ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലെ മാട്ടുപ്പെട്ടി റോഡിലുള്ള കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഈ ഗാർഡൻ്റെ കാഴ്ച ഞാൻ മാത്രം കണ്ടാൽ പോരല്ല, നിങ്ങളെ കൂടെ കാണിക്കണം. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഗാർഡൻ കാണാൻ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാക്ടസുകളും സക്കുലൻറ്റുകളുടെയും കളക്ഷനുള്ള ഒരു ഗാർഡനാണ് ഇത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഗാർഡൻ്റെ കാഴ്ചകൾ കാണാൻ. നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് ഗോൾഡൻ സൈപ്രസ് പ്ലാന്റുകൾ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മൂന്നാർ സന്ദർശിക്കുന്നവർ തീർച്ചയായും ഈ ഗാർഡൻ കണ്ടിരിക്കണം. കാരണം വെച്ചാൽ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഗാർഡൻ കണ്ടില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഗാർഡനിലുള്ളത്. ആദ്യം കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഈ പ്ലാന്റാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ നെയിം എനിക്ക് അത്ര കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ഇംപീഷ്യൻസിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അത് ഞാൻ വന്ന ഒരു ഉച്ച സമയമായത് കാരണം പൂക്കളൊക്കെ കുറേ വാടി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. എന്നാലും ആ ഗോൾഡൻ സൈപ്രസ് പ്ലാന്റുകൾ വെട്ടി നിർത്തിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ഐവി ഇതുപോലെ പടർന്നു കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് അത് ഇങ്ങനെ പടർന്ന മരങ്ങളിലും പിന്നെ വേലിയൊക്കെ ആയിട്ടും ഇത് കൂടുതലും നമുക്കൊരു അറേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് അറിയുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഗാർഡനിൽ ഓരോ സെറ്റിങ്സുകളും. പിന്നെ കാണുന്നത് വെർട്ടിക്കൽ ഗാർഡനിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. വെർട്ടിക്കൽ ഗാർഡനിൽ ഇതിലാണ് സ്നേക്ക് പ്ലാന്റ്, നമ്മുടെ സാൻസോവേരിയയുടെ മിനിയേച്ചർ ടൈപ്പിൽ ചെറിയ കുള്ളൻ തരത്തിലുള്ളത് നിറച്ച് ഒരു ഏരിയ ഫുള്ള് അത് മാത്രമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ താഴ്വശത്തായി ടർട്ടിൽ വൈന്. ഇത് കാണുന്നത് ഒരു വെർട്ടിക്കൽ ഗാർഡനാണ്. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മാറ്റ് വെച്ചിരിക്കുന്ന മാതിരി തോന്നുന്നില്ലേ? ഇത് നമ്മളുടെ ബേബി ടിയർ എന്ന് വെച്ചാൽ ടർട്ടിൽ വൈൻ പോലെയുള്ള ഒരു പ്ലാന്റ് ഇല്ലേ, അപ്പോൾ ആ ബേബി ടിയർ വെച്ച് മാത്രമാണ് ആ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നമുക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് പരീക്ഷിക്കാം നമ്മളുടെ ഗാർഡനിലേക്ക്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേര് ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലേഡി ഷൂ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേരെന്ന് പറഞ്ഞു. നമ്മൾ അത്ര കോമൺ ആയിട്ടൊന്നും കണ്ടിട്ടുള്ളൊരു പ്ലാന്റ് അല്ല, നല്ലൊരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു മൂന്നാറിലെ ക്ലൈമറ്റിൽ മാത്രമേ ഇത് അത്ര നന്നായിട്ട് ഉണ്ടാവുകയുള്ളെന്ന് തോന്നുന്നു. നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു യെല്ലോ ബ്രൗൺ കളർ ഒരു ഫ്ലവർ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ. പിന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ സക്കുലൻറ്റുകൾ മാത്രമാണ്. ആ സക്കുലൻറ്റുകൾ വെച്ച് മാത്രം അവിടെ എല്ലാ വെർട്ടിക്കൽ ഗാർഡനും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഒരേ ടൈപ്പിലുള്ള പ്ലാന്റുകൾ വെച്ച് മാത്രം. പിന്നെ നമ്മൾ കാണുന്നത് ആന്തൂറിയത്തിൻ്റെ കുറേ വെറൈറ്റികളാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അതിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകൾ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് മാതിരിയാണ്. ഇനി അകത്തേക്കുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയിൽ നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു ഒരു ഹാങ്ങിങ് ബോൺസായി. അങ്ങനെ അത് കോമൺ ആയിട്ടുള്ളൊരു സാധനമല്ലാതെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് വീഡിയോയിൽ എടുത്തത്. ഇതാണെങ്കിൽ സിമെൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ട് ഒരു പെയിൻറ്റിങ് മാതിരിയുള്ള ഒരു സാധനമാണ്. അത് സിമെൻറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിനടുത്തായിട്ട് ബേർഡ് നെസ്റ്റ് ഫേൺ, അങ്ങനെ കുറച്ച് നമ്മൾ അത്യാവശ്യം കണ്ടിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളുടെ കളക്ഷൻസൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കട, അകത്തേക്ക് കയറിയ വിശാലമായ ഷോറൂം എന്ന് പറയുന്നത് മാതിരിയാണ്. ഈ സാധനങ്ങളൊക്കെ കണ്ടു ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എവിടെയാണ് കാക്ടസ് ഇരിക്കുന്നത്, എവിടെയാണ് സക്കുലൻ്റ് ഇരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഏരിയാസിലാണ് ഈ പറയുന്ന കാക്ടസുകളും സക്കുലൻറ്റുകളുടെയും ഒരു കളക്ഷൻ, ഒരു കമനീയ ശേഖരം എന്ന് പറയാം. അത് കാണാൻ പോകുന്നത് നമ്മൾ ഇനിയുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്ലാന്റ്, ഒരു സൈപ്രസ് പ്ലാന്റ് പോലെ ഒരു പ്ലാന്റ് വെച്ചിട്ട് അതിന് അടിയിൽ മുഴുവൻ എന്താണ് നമ്മളുടെ നീഡിൽ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഈ കാണുന്നതൊക്കെ നമുക്ക് ഐഡിയ നമ്മളുടെ ഗാർഡനിലും സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയകൾ നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഇത് അല്ല, അസീലിയയുടെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു, ഓറഞ്ച്, പിങ്ക്, റെഡ്, പിന്നെ മൾട്ടി കളേഴ്സ്, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതും ഒരു വെർട്ടിക്കൽ ഗാർഡനാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതും ഞാൻ മുമ്പേ കാണിച്ച പോലെ ബേബി ടിയറും പിന്നെ ഇംഗ്ലീഷ് ഐവി അത് രണ്ടുമാണ്. ഒരു വോള് പോലെ നമുക്ക് തോന്നും. വോളിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മതിലയിൽ ഇങ്ങനെ പോച്ച കിളിർത്ത് നിൽക്കുന്ന മാതിരിയാണ് ആ ഇംഗ്ലീഷ് ഐവി ഇങ്ങനെ ഇടയിൽ കാണുന്നത്. ഇതും ഒരു തൂണാണ്. ആ തൂണിൽ ഫുള്ള് ആ ഇംഗ്ലീഷ് ഐവി ഇങ്ങനെ പിടിച്ച് കയറിയിരിക്കുകയാണ്.
അപ്പോൾ മൂന്നാറിലൊക്കെ പോകുന്നവരെ എന്തായാലും തീർച്ചയായിട്ടും ഈ ഗാർഡൻ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു നഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മളുടെ കണ്ണിൽ നിന്ന് ആ കാഴ്ചകൾ മാഞ്ഞു പോകില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമാണ്. എനിക്കതിനെക്കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു കേളി ടൈപ്പിലുള്ള നമ്മുടെ ക്രിസ്മസ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് മണ്ടയ്ക്കത്തെ ലീഫ് മാത്രം റെഡ് കളറിൽ വരുന്നത്, അതിൻ്റെ ഒരു കേളി ടൈപ്പാണ്. അത് ഞാൻ ആദ്യമായിട്ട് മൂന്നാറിലാണ് കണ്ടത്. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ സക്കുലൻറ്റുകളുടെയും കാക്ടസുകളുടെയും ഒരു കളക്ഷൻ ആരംഭിക്കുന്ന ഈ ഒരു ഏരിയ മുതലാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്. അപ്പം ഇതൊരു പാർട്ടായിട്ട് കാണിക്കാൻ പറ്റുകയില്ല. ഒരു പാർട്ടായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം കാണേണ്ടി വരും. അപ്പോൾ ഞാനിത് 2 പാർട്ടാക്കി ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്നത് മൂന്നാറിൽ കോമൺ ആയിട്ട് എല്ലാ വഴിയിലെല്ലാം ഇങ്ങനെ കാണാം ഒരു സ്പിനാച്ച് ടൈപ്പ്. ഇത് നമ്മളുടെ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്നതിൻ്റെ വയലറ്റും ഉണ്ടായിരുന്നു, ഗ്രീനും ഉണ്ടായിരുന്നു. ഈ ഏരിയ മുതൽ ഫുൾ ഇനി കാക്ടസും സക്കുലൻറ്റുകളുടെയും കളക്ഷൻ മാത്രമാണ്. ഇത് പൂക്കൂട മാതിരി ഉള്ള ഒരു സിമെൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഫേൺസ് ആണ് വെച്ചിരിക്കുന്നത്. കുറേ ഫേൺസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് വലിയ ടൈപ്പിലായിരുന്നു ഫേൺസ്. ഇത് ഡോങ്കി ടെയിൽ. ഞാൻ ആദ്യം വെച്ച് ഇത്രയും ഡോങ്കി ടെയിലേ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. എന്ത് ഭംഗിയാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോങ്കി ടെയിലിൻ്റെ ഒരു കളക്ഷനൊക്കെ കണ്ട് എൻ്റെ കണ്ണ് തെള്ളി ബുൾസേ പോലെ ആയി എന്ന് പറയാം. അതുപോലെ കളക്ഷനാണ് ഡോങ്കി ടെയിലിന്, ഒരുപാട് കളക്ഷന്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ടത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഫുൾ ഡോങ്കി ടെയിൽ വെച്ച് മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത്രയും ഡോങ്കി ടെയിലിൻ്റെ ഒരു കളക്ഷൻസ് കാണുന്നത്. അതിൻ്റെ അടുത്ത് പിങ്ക് കളറിലുള്ള ടർട്ടിൽ വൈൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ഭാഗം മുഴുവൻ കാക്ടസുകളും സക്കുലൻറ്റുകളും മാത്രമാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ നെക്സ്റ്റ് വീഡിയോയിൽ കൂടെ കാണണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്